ശരിക്കും ഞങ്ങളൊരു കറിവേപ്പിൻ്റെ തൈ വാങ്ങാൻ വേണ്ടി ബിദിയേക്ക് പോയതാട്ടോ. അപ്പോൾ അങ്ങനെയാണ് പോണ വഴിക്ക് കറക്റ്റ് ഈ നോമ്പൊക്കെ തീരാറായില്ല. അപ്പോൾ പിന്നെ എനിക്കൊന്ന് ഈ അറബികളിൽ കുറച്ച് ഫെസ്റ്റിവൽ പോലെ കുറേ ഒരുപാട് അധികം സ്നാക്സുകൾ, പിന്നെ അവരുടെ നെയ്യ്, എണ്ണ, അരീസ്, മെയിൻ ഹൈലൈറ്റ് അരീസാണ് കേട്ടോ. ഞാനാണെങ്കിൽ നോമ്പ് തുടങ്ങിയിട്ട് അരീസ് കഴിക്കണം ഒരു പ്രാവശ്യം കഴിച്ചത് ചിക്കനാണ് കഴിച്ചത്, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ മട്ടൻ അരീസ് രക്ഷയില്ല കേട്ടോ. കഴിക്കണം അത്യാവശ്യം അധികം തന്നെ സ്നാക്സ് ഉണ്ട്, എല്ലാത്തിനും സ്നാക്സും ഉണ്ട്. ഇവരുടെ ഇറാനി സ്നാക്സ് ഉണ്ട്, പിന്നെ അറബ് സ്നാക്സ് ഉണ്ട്, നമ്മുടെ മലയാളികളുടെ സമൂസ അതുണ്ട്, മലയാളികളുടെ അല്ല, പിന്നെ സാലഡ് ഐറ്റംസ് ഉണ്ട്, പിന്നെ ഫലാഫിലുണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷെ ഞാനിങ്ങനെ ഇതൊന്നും വാങ്ങി. പിന്നെ വറകന അറബ്സ് ഈ മിസ്രികളുടെ തന്നെ ഐറ്റംസ് ആട്ടോ, മുന്തിരിയിലൊക്കെ റൈസ് ചെയ്താൽ മിക്സ് ആക്കിയിട്ടുള്ളത് ഒന്നും വാങ്ങിയില്ല. അങ്ങനെ നിൽക്കാറ് ഞാൻ അരീസിലാണ് എൻ്റെ കണ്ണുപിടിക്കുക കേട്ടോ. നല്ല മട്ടൻ അരീസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ യാദൃശ്യമായിട്ട് ഞാൻ ചെന്നുപോയ കടയിലാണ് കറക്റ്റ് മുന്നേ ഞാൻ താമസിച്ച ഫ്ലാറ്റിലുണ്ടായിരുന്ന ഒരു മിസ്രിയാണ് കറക്റ്റായി വിൽക്കാൻ പറ്റും കേട്ടോ, കിദ്ഫയിലുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അവൻ്റെ മിസ്രികളുടെ ആണ് നല്ല അറബ് നല്ല ഒതൻറ്റിക്കായിട്ട് ഉണ്ടാക്കിയ അരീസാന്ന് പറയുക. തീരാറാണ് ഓൾമോസ്റ്റ്. പിന്നെ ബാക്കിയുള്ള കംപ്ലീറ്റ് മൊത്തം എനിക്ക് തന്നു കേട്ടോ. 10 ദിർഹംസ് ഞാൻ കൊടുത്തു കേട്ടോ, പൈസയ്ക്ക് വാങ്ങിച്ചാൽ ഫ്രീ അല്ല. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച അതേ മട്ടൻ അരീസേനെ എനിക്ക് കിട്ടി കേട്ടോ. ഭയങ്കര സന്തോഷം. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ് സംഭവം. പൈസ കൊടുത്ത് വാങ്ങിയതാണെങ്കിലും നമ്മൾ ആഗ്രഹിച്ച സാധനം കിട്ടുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയാണല്ലോ. പിന്നെ അരീസൊക്കെ ആയിട്ട് പെട്ടെന്ന് റൂമിൽ വന്നു. പിന്നെ ഇത് കഴിക്കേണ്ട രീതി ഉണ്ട്. ഞാൻ പണ്ട് ഡാനിൽ റെസ്റ്റോറൻറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു കൂട്ടുകാരൻ പറഞ്ഞത് നമ്മൾ കുറച്ച് പഞ്ചസാരയൊക്കെ മിക്സ് ആക്കിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലപ്പൊടി ഇടാം, ഇല്ല വേണ്ട, ഇങ്ങനെ ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി പക്ഷേ ആ ചൂടോട് കൂടെ കഴിക്കുക. മോനെ അരീസ് കഴിച്ചവർക്ക് മനസ്സിലാവും അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. എന്തായാലും നോമ്പ് പറഞ്ഞ സമയത്ത് നല്ല അടിപൊളി മട്ടൻ അരീസും കഴിക്കാൻ പറ്റി. ചില സംഭവങ്ങളൊക്കെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം. ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചൊരു കാര്യമാണ്, പിന്നെ ആ കാര്യം വിട്ടുപോയിരുന്നു. അങ്ങനെയാണ് യാദൃശ്യമായിട്ട് ഈ മട്ടൻ അരീസ് എൻ്റെ കണ്ണിൽ വന്ന് പെട്ടത്. അങ്ങനെ ഞങ്ങൾ നല്ല ആസ്വദിച്ച് കഴിച്ചു, മാഷാ അല്ലാഹ്.